ക്ലാസ് വിടാൻ വൈകിയിരിക്കും, അതാ കാറ് വരാൻ താമസിക്കുന്നത്. നാളെ മുതൽ രശ്മിയെ സ്കൂളിൽ കൊണ്ടുവിടുന്നതും തിരിച്ചു കൊണ്ടുവരുന്നതും അമ്മാവനായിരിക്കണം. ഇടയിൽ ആര് വന്നാലും അവളെ കാണാൻ സമ്മതിക്കരുന്ന് ഹെഡ്മിസ്ട്രസിനോട് പ്രത്യേകം പറയുന്നു. ഹലോ, നിങ്ങൾക്ക് ഒരു പണിയില്ലേ? കുട്ടി കുട്ടി കുട്ടി, നിങ്ങൾ എത്ര യാചിച്ചാലും അവളെ കാണാൻ ഞാൻ സമ്മതിക്കില്ല. കുട്ടിക്ക് വേണ്ടി യാചിക്കാനല്ല ഫോൺ ചെയ്യുന്നത്, കുട്ടി ഇപ്പൊ എന്റെ കയ്യിലുണ്ടെന്ന് അറിയിക്കാനാണ്. കുട്ടിയെ സ്കൂളിൽ കാണാനില്ല. പിന്നെ നിങ്ങൾ എന്റെ കുട്ടിയെ കിഡ്നാപ്പ് ചെയ്തിരിക്കുന്നു. ഇതൊരു ക്രിമിനൽ കുറ്റമാണെന്ന് മറക്കണ്ട. ഞാൻ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യും. വളർത്താൻ കുട്ടിയെ കോടതി നിന്നെ ഏൽപ്പിച്ചു എന്നുള്ളത് ശരിയാണ്. എന്ന് വെച്ച് ഞാൻ അവളുടെ അച്ഛനല്ലാതാവും. ഞാൻ പറയുന്നത് കേൾക്കും. എന്റെ മോളല്ലാതെ എനിക്ക് ആരുമില്ല. അവളെ എന്റെ അടുത്തുനിന്ന് പിരിക്കരുത് പ്ലീസ്. രശ്മി നിന്റെ അടുത്ത് നിന്ന് പിരിഞ്ഞിട്ട് 5 നിമിഷമായില്ല. ആ വേദന താങ്ങാൻ നിനക്കാവുന്നില്ല അല്ലേ? 5 വർഷമായി അവളെ കാണാൻ കൊതിച്ച് എന്നെ ഒരു നോക്ക് പോലും കാണാൻ അനുവദിക്കില്ലെന്ന് നീ വാശി പിടിച്ചപ്പോ എനിക്കുണ്ടായ വേദനയെ കുറിച്ച് നീ ആലോചിച്ചോ? ഇല്ല. കാരണം നീ വലിയ പണക്കാരിയല്ലേ. മറ്റുള്ളവരുടെ വേദനയെ കുറിച്ച് ആലോചിക്കേണ്ട കാര്യം നിനക്കില്ലല്ലോ. എന്നോട് പ്രതികാരം ചെയ്യാൻ എന്റെ മോളെ തന്നെ കരുവാക്കരുത്. അത്തരം നീചനല്ലേ ഞാൻ. കുറച്ചു ദിവസം അവൾ എന്റെ കൂടെ നിൽക്കണം. എനിക്ക് അവളെ ഊട്ടണം, താരാട്ടണം. എന്റെ മനസ്സിന്റെ ദാഹം തീരുന്നത് വരെ. നീ എന്നെ കുറിച്ച് ആ കുറുന്ന മനസ്സിൽ വളർത്തിയ തെറ്റായ ധാരണകൾ എനിക്ക് തിരുത്തണം. അതുവരെ നീ കാത്തു നിന്നേ പറ്റൂ. ഗുഡ് ബൈ. ഇല്ല, ഞാൻ തോൽക്കില്ല. എന്നെ ആരും തോൽപ്പിച്ചിട്ടില്ല. മേഡം പറഞ്ഞിട്ടാണ് ഞാൻ രശ്മിയെ കൂട്ടിച്ചെന്നത്. അച്ഛനെ കാണില്ല, പേടിയാവുന്നു എന്ന് പറഞ്ഞപ്പോ ഞാൻ നിർബന്ധിച്ചതുമില്ല. ഈ വിവരം പറയാൻ വിസിറ്റേഴ്സ് റൂമിൽ ചെന്നപ്പോ രശ്മിയുടെ അച്ഛൻ അവിടെ ഉണ്ടായിരുന്നില്ല. ഇതാണ് നടന്നത്. നുണ. ഇത് മുഴുവൻ നുണയാണ്. പണത്തിന് വേണ്ടി ഇവരെന്റെ കുട്ടിയെ വിറ്റു. അച്ഛനെന്ന് പറഞ്ഞു വന്ന ആർക്കും എന്റെ മോളെ കൊടുത്തു. എനിക്ക് നഷ്ടപ്പെട്ടത് ഒരു പേനയോ പെൻസിലോ അല്ല, ഞാൻ നൊന്തുപെറ്റ എന്റെ കുഞ്ഞിനെയാണ്. യു മസ്റ്റ് ആൻസർ ഫോർ മൈ ലോസ്. പ്ലീസ് കാം ഡൗൺ. ക്ഷോഭിച്ചത് കൊണ്ട് ഒരു പ്രയോജനവുമില്ല. മാഡം, നിങ്ങൾക്ക് ശാന്തമായിരുന്നു ഇതൊക്കെ പറയാം. ഞാനോ ഡ്രൈവറോ വന്നാലല്ലാതെ കുട്ടിയെ അയക്കരുതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുള്ളതല്ലേ. പിന്നെങ്ങനെ വേറെ ആൾ വന്ന് കൊണ്ടുപോയി? എല്ലാറ്റിനെയും കോടതി കയറ്റി ഞാൻ. നല്ല നിലയിൽ നടക്കുന്ന ഒരു സ്ഥാപനമാണിത്. ഇതിന്റെ സൽപ്പേരിന് കളങ്കം വരാൻ ഞാനും അനുവദിക്കില്ല. അങ്ങനെ കോടതി കയറേണ്ടി വന്നാൽ സമാധാനം പറയാൻ എനിക്കറിയാം. ആഹാ, ആ സമാധാനം എനിക്കൂടി അറിഞ്ഞാൽ കൊള്ളാം. രശ്മി അന്വേഷിച്ച് ഇന്നിവിടെ വന്നിരുന്നത് നിങ്ങളുടെ ഭർത്താവായിരുന്നില്ലേ? എന്താ ഒന്നും ഉണ്ടാത്തത്? കുട്ടിയെ കൊണ്ടുപോയത് മറ്റാരുമല്ല, നിങ്ങളുടെ ഭർത്താവ് തന്നെയാണ്. അയാൾ കുട്ടിയുടെ അച്ഛനല്ലെന്നാണ് നിങ്ങളുടെ വാദം. എങ്കിൽ എനിക്ക് കൂടുതലൊന്നും സംസാരിക്കാനില്ല. നിങ്ങൾ അനാവശ്യം പറയരുത്. അതാദ്യം പറഞ്ഞു തുടങ്ങിയത് നിങ്ങളാണ്. ഈ നിൽക്കുന്നത് ഒരു പാവപ്പെട്ട അധ്യാപികയാണ്. പണത്തിനു വേണ്ടി നിങ്ങളുടെ കുട്ടിയെ കടത്തിക്കൊണ്ടുപോകാൻ സഹായിച്ചു എന്നവരോട് കയർത്തത് എന്തിന്റെ കൂടുതൽ കൊണ്ടാണെന്ന് ഞാൻ പറയാം. പണക്കൊഴുപ്പിന്റെ കൂടുതൽ കൊണ്ട്. പാവങ്ങളുടെ നേരെ ആർക്കും എന്തും പറയാമല്ലോ. കോടതിയിലോ പോലീസ് സ്റ്റേഷനിലോ എവിടെ വേണമെങ്കിലും പരാതിപ്പെട്ടുള്ളൂ. ഞാൻ അവിടെ സമാധാനം ബോധിപ്പിച്ചോളാം. ഇതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല. നിങ്ങൾക്ക് പോകാം. മോക്കെന്നെ പേടിയാണോ? എന്തിനാ പേടിക്കുന്നത്? നമ്മളൊന്നും ചെയ്യില്ല. മോക്ക് മിഠായി, ചോക്ലേറ്റ് എല്ലാം മേടിച്ചു തരാം.
ആദ്യം എല്ലാ പിള്ളേരും എടുത്ത കാര്യം ഇത് തന്നെ പറയും. ഒടുവില് കണ്ണു കുത്തി പൊട്ടിച്ച് തെണ്ടാൻ വിടും. നമ്പിച്ചമ്മോനെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. മോൾക്ക് വിശക്കുന്നില്ലേ? ഇല്ല, എന്നെ എന്റെ അമ്മയുടെ അടുത്ത് കൊണ്ട് വിടുവോ? എത്ര പണം വേണമെങ്കിലും എന്റെ അമ്മ തരും. നിന്റെ അമ്മയുടെ കയ്യിൽ അത് മാത്രമേ ഉള്ളൂ. എനിക്ക് വേണ്ടത് അതല്ല മോളെ. മോളുവാ. മോളെ, മോളെ, വാതിൽ തുറക്ക്. ഞാൻ ഒന്നും ചെയ്യില്ല. വേണമെങ്കിൽ മോളുടെ അമ്മയുടെ അടുത്ത് കൊണ്ടുപോവാ. ഈ തട്ടിപ്പ് കയ്യിൽ വെച്ചോ. അമ്മ വരാണ്ട് ഞാൻ വാതില് തുറക്കൂല. മോൾക്ക് വിശക്കില്ലേ? വാതിൽ തുറക്കും മോളെ. വിശന്ന് ചത്താലും ഞാൻ വാതിൽ തുറക്കൂല. അമ്മ വിളിച്ചോണ്ട് വാ. വലിയ ലോഡ്ജിന്റെ മാനേജറാണെന്നും പറഞ്ഞ് എളിഞ്ഞു നടന്നാ പോരാ. പോലീസിനെ പാട്ടിലാക്കാനും പഠിക്കണം. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്താ? ട്രേഡും ഗീഡും പേടിച്ചിരുന്ന കഞ്ഞിയൂടി മുട്ടും. ഞാൻ അങ്ങോട്ട് വരുന്നു. എക്സ്ക്യൂസ് മീ, എനിക്കൊന്ന് ഫോൺ ചെയ്യണം. ആ പറഞ്ഞത് തന്നെയാ ഞാനും ചെയ്യുന്നത്. ഒന്ന് ക്ഷമിക്കുന്നില്ലേ? ഹലോ, നട്ടലില്ലാത്ത ചുമ്പൻ പാവപ്പെട്ട ഞങ്ങളോട് കമ്മീഷൻ വാങ്ങി തിന്നാൻ അറിയാം. ആ, സാറിന് അർജന്റാണെന്ന് പറഞ്ഞില്ലേ? അതാ ഞാൻ വേഗം നിർത്തിയത്. ചെയ്താട്ടെ സാറേ. എന്റെ കൂടെ വരുന്നോ? അതല്ലേ നമ്മുടെ ചോറ്. ആട്ടെ, ഏത് ഹോട്ടലാ? ഹോട്ടലല്ല, ഒരു വീടാണ്. വീടും കാടും ഒന്നും പ്രശ്നമല്ല. വരാം. കണ്ട ആപ്പയാണെന്ന് കരുതണ്ട. റേറ്റ് അല്പം കൂടുതലാ. അതെനിക്കും പ്രശ്നമല്ല. ചോദിക്കുന്നതിൽ കൂടുതൽ തരാം. പക്ഷേ ഞാൻ പറയുന്നതെല്ലാം കേൾക്കണം. അതൊക്കെ ഞാൻ ഏറ്റു. വേഗം നടന്നു. വല്ല പോലീസും കണ്ട അവന്റെ വായിലും വായിക്കരി ഇടണം. എന്താ പേര്? സ്വന്തം പേര് ദേവകി. ഹോട്ടലിൽ പോകുമ്പോ റോഷനി നാക്കും. പേരിലും വേണ്ട സാറേ ഒരു പകിട്ട്. ഇനി എന്റെ കണ്ടീഷൻസ് ഞാൻ പറയാം. മോളെ, മോളെ, വാതിൽ തുറക്ക്. ദാ അമ്മ വന്നിരിക്കുന്നു. തുറക്കൂല. മോളെ, വാതില് തുറക്ക്. മോളെ, നീ എന്റെ അമ്മയല്ല, നീ എന്നെ പറ്റിച്ചു. പറ്റിച്ചല്ല മോളെ. അമ്മ പറഞ്ഞു വെച്ചിട്ടാ ഞാൻ വന്നത്. മോളെ വേഗം അമ്മയുടെ അടുത്ത് കൊണ്ടുവല്ലാൻ. നേരോ? സത്യമായിട്ടും. എന്നാ നമുക്ക് വേഗം ഇവിടുന്ന് പോവാ. അതിനു മുൻപ് ഈ അങ്കിളിനെയും കൂട്ടി മോക്ക് ഇഷ്ടമുള്ളിടത്തൊക്കെ ചുറ്റിയടിക്കാൻ അമ്മ പറഞ്ഞിട്ടുണ്ട്. അമ്മ അങ്ങനെ പറഞ്ഞോ? ആ, ഞാൻ എന്റെ കാതുകൊണ്ട് കേട്ടതല്ലേ. അമ്മയ്ക്ക് വരാൻ നേരമില്ല. അതുകൊണ്ട് നിറയെ പണം കൊടുത്തിട്ടുണ്ട്. ഇയാളെ ആദ്യം കണ്ടപ്പോ പിള്ളേരെ പിടിക്കുന്ന ആളാണെന്ന് വിചാരിച്ചത്. ഇനി നമുക്ക് പോവാം. അങ്കിള് നല്ല അങ്കിളാ. എന്റെ അമ്മ പോലും എനിക്ക് ചോറ് വാരി തരൂല. ജസ്റ്റ് മോൾ അങ്കിളെന്ന് വിളിക്കരുത്. പിന്നെ മോള് ചോദിക്കുന്നൊക്കെ വാങ്ങിച്ചു തരാം. എന്നെ അച്ഛന്ന് വിളിക്കാവോ? എന്തിനാ അങ്കിളിനെ അച്ഛന്ന് വിളിക്കുന്നത്? എന്റെ അച്ഛൻ ചീത്തയാ. നീ നല്ല അങ്കിളാ. എടി മണ്ടി, ഇത് നിന്നെ. ദേവകി, അറിയാതെ കിട്ടുന്ന ഈ സ്നേഹം മതി എനിക്ക്. അതുകൂടെ നീ ഇല്ലാതാക്കരുത്. നിങ്ങളെ വെറുക്കാൻ അവൾക്ക് എങ്ങനെ കഴിഞ്ഞു? പട്ടുപോലത്തെ മനുഷ്യൻ, ഓമനിയായ ഈ കുഞ്ഞ്. ഇപ്പോഴത്തെ ഈ ജീവിതം സത്യമായിരുന്നെങ്കിൽ എന്ന് കൊതിക്കാറുണ്ട് ഞാൻ. നിനക്കൊരു ജീവിതം കിട്ടും ദേവകി. ഈ ജന്മത്തോ? ഇല്ല ചേട്ടാ, ജീവിക്കാൻ ഈ തൊഴിലല്ലാതെ എനിക്കൊന്നും അറിയില്ല. അതും ഇനി അധിക കാലമില്ല.
നമുക്ക് പോവാ. എങ്ങോട്ട്? അങ്ങളല്ലേ പറഞ്ഞത് ഊണ് കഴിഞ്ഞ് അമ്മയെ കാണാൻ പോകാമെന്ന്. എനിക്കിപ്പോ അമ്മയെ കാണണം. 2 ദിവസം കഴിഞ്ഞു പോവാം മോളെ. നിന്നെ കണ്ട് കൊതി മാറിയില്ല. ഞാൻ സമ്മതിക്കൂല. എന്റെ അമ്മ ഇപ്പൊ കാണണം. ആ ശരി ദേവകി, പുറപ്പെട്ടോളൂ. നിങ്ങൾ എന്തായി പറയുന്നത്? ദേവകി, അമ്മയെ കാണാത്ത കുഞ്ഞിന്റെ വേദന നിനക്ക് മനസ്സിലാവില്ല. ഇത് മുഴുവൻ മോൾക്കുള്ളതാണ്. മോളെടുത്തോ. കുഞ്ഞു കുഞ്ഞു തേൻമൊഴികൾ താരാട്ടുമായി ആരോ മലേ പരവായി ഓർമ്മകളിൽ. കുരവയിടാൻ കുട പിടിക്കാൻ ഒരു ശാരികേ. കുഞ്ഞു കുഞ്ഞു തേൻമൊഴികൾ താരാട്ടുമായി ആരോ മലേ പരവായി ഓർമ്മകളിൽ. കുരവയിടാൻ കുട പിടിക്കാൻ ഒരു ശാരികേ. മഞ്ഞണിഞ്ഞ മാമലയിൽ കുഞ്ഞു കുഞ്ഞു തേൻമൊഴികൾ കുരവയിടാൻ കുട പിടിക്കാൻ ഒരു ശാരികേ. മനസ്സ് മയക്കും ചിരിയുമാ മാനത്തു നിന്നും വന്നുവോ. Oh my sweetie naughty beauty, I do love you baby. മഞ്ഞണിഞ്ഞ മാമലയിൽ കുഞ്ഞു കുഞ്ഞു തേൻമൊഴികൾ താരാട്ടുമായി ആരോ മലേ പരവായി ഓർമ്മകളിൽ. കുരവയിടാൻ കുട പിടിക്കാൻ ഒരു ശാരികേ.
മഞ്ഞണിഞ്ഞ മാമലയിൽ കുഞ്ഞു കുഞ്ഞു തേൻമൊഴികൾ കുരവയിടാൻ കുട പിടിക്കാൻ ഒരു ശാരികേ. രണ്ടു ദിവസമായി കംപ്ലൈന്റ് കൊടുത്തിട്ട് ഇതുവരെ യാതൊരു വിവരവുമില്ല. ചുറ്റുപാടുമുള്ള എല്ലാ സ്റ്റേഷനിലേക്കും വിവരം കൊടുത്തിട്ടുണ്ട്. സ്പെഷ്യൽ ഡ്യൂട്ടിയിൽ ഒരു സ്ക്വാഡ് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് മാഡം. എന്നിട്ടും ഫലമൊന്നും കാണുന്നില്ലല്ലോ സാർ. കുട്ടിയുടെ പടത്തോടെ ഒരു പരസ്യം പത്രത്തിൽ വന്നാൽ നന്നായിരിക്കും. നാളെ തന്നെ ഇത് വന്നിരിക്കും. എവിടെ ആയിരുന്നേ? ലോഡ്ജെല്ലാം കയറി ഇറങ്ങി. വീട്ടിൽ നിന്ന് പോന്നിട്ട് 2 ദിവസമായി അയൽക്കാർ പറഞ്ഞു. ഞാൻ തോന്നിയെടുത്ത് പോവും. ഭരിക്കാൻ വന്നിരിക്കുന്നു. ഞാനെന്താ തന്നെ വെപ്പാട്ടിയോ? എല്ലാരോടും കാട്ടുന്ന വിളച്ചിൽ എന്നെ എടുക്കരുത്. വായിൽ പല്ല് കാണുകയല്ല. വരാൻ മനസ്സിലെങ്കിലും ഞാനിപ്പോ ഒരു കുടുംബമായി കഴിയുന്നു. എന്നെ എന്റെ പാട്ടിന് വിട്ടേക്ക്. എനിക്കും ചോദിക്കാനും പറയാൻ ആളുണ്ടെന്ന് കരുതിക്കോ. ശീലാവതി ഇത് 2ാമത്തെ തവണയാ നീ എനിക്ക് കുരുക്കിടുന്നത്. 2 പ്രാവശ്യവും ഞാനായിട്ട് ഒന്നല്ല. ഇവൾ ഇഷ്ടത്തോടെ വരികയാണെങ്കിൽ നീ കൊണ്ടുപോയിക്കും. ഇവന്റെ അടുത്ത് വർത്താനം പറഞ്ഞിരിക്കാൻ ചേട്ടന് വേറെ പണിയില്ലേ? വാ നമുക്ക് പോവാം. ശ്യാമു മറ്റുള്ളവന്റെ കയ്യിൽ നിന്ന് തട്ടിയെടുത്തിട്ടേ ഉള്ളൂ. എന്റെ തട്ടിക്കൊണ്ടു പോവാൻ മാത്രം നീ വളർന്നു. നിന്നെ അങ്ങനെ സൂഹിക്കാൻ വിടലടാ. അതെവിടെ സുധാദേവി, മാനേജിംഗ് ഡയറക്ടർ, സുധാ ഇൻഡർ. എന്താടാ കാതയുടെ എവിടുന്നാണ് കുറ്റിയും പറിച്ച്? ആരാ, എന്ത് വേണം? ഒരു ഡ്രൈവറെ വേണോന്ന് കേട്ടു, അതിന് വന്നതാ. ഡ്രൈവർ ആവശ്യമുണ്ടെന്ന് നിങ്ങൾ എങ്ങനെ അറിഞ്ഞു? ഇവിടുത്തെ ഡ്രൈവറെ ഞാനല്ലേ ആശുപത്രി കൊണ്ടാക്കിയത്. പാവത്തിന് ബോധം ഉണ്ടായിരുന്നില്ല. കമാന്നൊരു അക്ഷരം മിണ്ടാത്ത ആ പാവത്തിനും ശത്രുക്കൾ. ആരായിരുന്നാലും ചെയ്തവൻ അനുഭവിക്കും. അത് പിന്നെ പറയണോ ചേട്ടാ? പ്രവൃത്തിയുടെ ഫലം കിട്ടാണ്ടിരിക്കുവോ? ആ, താൻ ഇവിടെ നില്ലേ, ഞാൻ കൊച്ചമ്മയെ വിളിക്കാം. ഇതാണ് കക്ഷി. ഇതിനു മുമ്പ് എവിടെയായിരുന്നു? ജയിൽ സൂപ്രണ്ട് കൂടെ. എന്താ ഇവിടുന്ന് പോരാൻ കാരണം? അദ്ദേഹം കാർ വിറ്റു. ഈ ജോലി തൽക്കാലത്തേക്ക് മാത്രമാണ്. ഇവിടുത്തെ ഡ്രൈവർ സുഖമായി വരുന്നവരെ. അറിയാമേ, അയാൾ വരുന്നതിന് മുമ്പ് ഞാൻ വേറെ ജോലി കണ്ടുപിടിച്ചോളാം. അമ്മാവാ, കാറിന്റെ താക്കോൽ കൊടുത്തേക്കു. ഒന്നുകൂടെ അന്വേഷിച്ചിട്ട് പോരെ മോളെ. എന്തന്വേഷിക്കാനാ? ജയിൽ സൂപ്രണ്ടിന്റെ കൂടെ ഉണ്ടായിരുന്ന ആളല്ലേ. ഇവിടെ തൽക്കാലത്തേക്കല്ലേ ഉള്ളൂ. ഡ്രൈവിംഗ് ഒക്കെ എങ്ങനെ? നന്നായി ഓടിക്കും. എന്നാലും ഒന്ന് കാണണല്ലോ. ഈശ്വര.